ഹായ് ഫ്രണ്ട്സ്, നാളെ അത്തല്ലേ. അപ്പോൾ പൂക്കളിടാനുള്ള തിണ്ടും കാര്യങ്ങളൊക്കെ അച്ഛനും മക്കളും കൂടിയിട്ട് പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അത് നോക്കി നിന്നു. അതിന് ശേഷം ഞാൻ വൈകിട്ടത്തേക്കുള്ള കറിയൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് കടന്നു. അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ വേഗം ജനലുകളൊക്കെ തുടച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഞാനിത് ഒരു ദിവസം മെനക്കെട്ട് നിന്നിട്ടൊന്നും ചെയ്യാറില്ല. എപ്പോഴും ഞാനിതുപോലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നേരത്തെ തന്നെയാണ് ചെയ്യാറ്. അപ്പം മണിക്കുട്ടനും വിജയശേട്ടനും വാവിച്ച് എല്ലാവരും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ വേഗം ഹോളിലെ ജനലിൽ തുടച്ചെടുക്കണത്. അപ്പോൾ വിജയശേട്ടൻ പുറത്തുനിന്ന് തുടക്കുന്നുണ്ട്. അപ്പോൾ വിജയശേട്ടൻ പുറത്തുനിന്ന് അതിൻ്റെ ഗ്ലാസ്സുകളൊക്കെ തുടച്ച് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റണ പോലെ ഉള്ളിൽ നിന്ന് കമ്പിയും കാര്യങ്ങളൊക്കെ തുടക്കുന്നുണ്ട്. അതിന് ശേഷം എനിക്ക് ഫ്രണ്ടിലൊരു ജനലുണ്ട്, അത് തുടക്കണം. അപ്പോൾ നല്ല പൊടി മാറാലുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. എന്താണെന്ന് വെച്ചാൽ ടൈലൊന്നും ഇടാത്ത കാരണം നല്ല പൊടിയാണ്. അപ്പോൾ ഞാൻ വേഗം പിന്നെ എപ്പോഴൊന്നും തുടയ്ക്കാറില്ല. ഇതുപോലെ എപ്പോഴെങ്കിലും ഇതുപോലെ നേരം കിട്ടുമ്പോൾ നല്ല പൊടിയാണെന്ന് തോന്നുമ്പോൾ തുടയ്ക്കും. പിന്നെ ഞാൻ ഇനി സെറ്റിയുടെ കാലാണ് തുടച്ചെടുക്കണത്. എന്താണെന്ന് വെച്ചാൽ സെറ്റി മൊത്തത്തിൽ കവർ ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ അതിൻ്റെ കാലിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു, മാറാലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ സെറ്റിയുടെ കസാരകളൊക്കെ തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫ്രണ്ടിലത്തെ ജനലാണ് തുടയ്ക്കണത്. അപ്പം അങ്ങനെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് തുടച്ചു. ഉള്ളിൽ നിന്ന് നന്നായി തുടച്ചതിന് ശേഷം ഇതെനിക്ക് പുറത്തുനിന്ന് തുടയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മർത്തല്ലേ ഇത് തുറക്കുമ്പോൾ. അപ്പം ഞാൻ അതും തുടച്ചതിന് ശേഷം പിന്നെ ഞാൻ വലിയ സെറ്റി ഉണ്ടല്ലോ, അതിൻ്റെ കാലുകളാണ് തുടയ്ക്കണത്. അപ്പം അങ്ങനെ അതൊക്കെ തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഇനി TV സ്റ്റാൻഡ് ഉണ്ട്, അത് തുടയ്ക്കണം. അതിലും നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പോൾ സെറ്റോ ബോക്സും ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വയറിയും അതൊക്കെ നന്നായി തുടച്ചു. എല്ലാത്തിലും നല്ല പൊടി ഉണ്ടായിരുന്നു, നൈസ് പൊടിയായിരുന്നു, നല്ല മാറാലുണ്ടായിരുന്നു. അതൊക്കെ തുടച്ചതിന് ശേഷം അതിൻ്റെ അടിയിലെ മാറാലിയും ഇതൊക്കെ തട്ടി അവിടെയൊക്കെ അടിച്ച് അവിടെ നന്നായിട്ട് അടിച്ച് നല്ല പിന്നെ ഇങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് പോവായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത്രയും മാറാലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടിച്ചതിന് ശേഷം ഞാൻ സെറ്റി ഇപ്പുറത്തിട്ടിട്ട് കസാര സെറ്റി കിടക്കണോടത്ത് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം മൊത്തത്തിലൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇന്ന് ഹോള് മാത്രമാണ് ചെയ്യണത്. അപ്പം അങ്ങനെ ദിവസവും ഇതുപോലെ എൻ്റെ വീട്ടിലത്തെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യണത് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇടാം. അപ്പോഴേക്കും വിജയശേട്ടൻ പുറത്തുനിന്ന് തുടച്ച് വന്നതിന് ശേഷം വിജയശേട്ടൻ ഫാനൊക്കെ എനിക്ക് തുടച്ചു തന്നു. ഇനി എനിക്ക് അപ്പോഴേക്കും ഫാനും തുടക്കൽ കഴിഞ്ഞു, 2 ജനലകളും തുടച്ചു, സെറ്റിയും തുടച്ചു. അപ്പോൾ പിന്നെ ഈ കൃഷ്ണൻ്റെ വിഗ്രഹം താഴത്ത് ചെറിയൊരു സ്റ്റാൻഡുമ്മലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ പൂപ്പലൊക്കെ ആയിട്ട് ആകെ ഒരു വൃത്തികേടായി. അപ്പോൾ ഞാൻ ആ സ്റ്റാൻഡ് പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ ഈ വിജയശേട്ടൻ തിണ്ടല്ല, ഒരു ചെറിയ സ്ലാബ് വിജയശേട്ടൻ ഇട്ടത് തന്നെയാണ് വിഗ്രഹം വെക്കാനായിട്ട്. അപ്പം അങ്ങനെ അത് ഞാൻ അവിടെ തന്നെ കയറ്റി വെച്ചു. അതിന് ശേഷം ഈ നമുക്ക് പെയിൻ്റൊക്കെ അടിക്കണ ബ്രഷില്ലേ അതുകൊണ്ടൊക്കെ വിജയശേട്ടൻ എനിക്ക് പൊടിയൊക്കെ തുടച്ച് തന്നു. അപ്പോൾ ഞാൻ വേഗം ഓരോ ഫോട്ടോസും വാവച്ചിയുടെ ഫോട്ടോസ് എൻ്റെയും വിജയശേട്ടൻ്റെയും മണിക്കൂട്ടൻ്റെയും ഫോട്ടോസൊക്കെ ഉണ്ട്, എല്ലാം പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ വാവച്ചിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ്, അതൊക്കെ ഒതുക്കി എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ അവിടെ മൊത്തത്തിലൊക്കെ ഒന്ന് അടിച്ചു വാരി അങ്ങനെ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പം ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ.